പ്രസന്നമാകുന്ന യേശുവിൻ്റെ പിറവി തിരുനാളിൻ്റെ സന്തോഷത്തിൽ രക്ഷകനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അധരങ്ങളിലും ഹൃദയത്തിലും ആവർത്തിച്ചുയരേണ്ട ഒരു ചോദ്യമാണ്: ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്തു ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ ജീവിച്ചാലും ഒരു പ്രശ്നവുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാം വെട്ടിപ്പിടിക്കുവാനും വാരിക്കൂട്ടുവാനും ശ്രമിക്കുന്നവർക്കും, സ്വാർത്ഥതയുടെ മുഖംമൂടി അണിഞ്ഞ് പിടിച്ചുപറി നടത്തുന്നവർക്കും, ഉത്തരവാദിത്തങ്ങളിൽ അലംഭാവം കാട്ടിയും ഭീഷണി കലർത്തിയും വ്യാജമായി കുറ്റങ്ങൾ ആരോപിച്ചും അർഹതപ്പെട്ടത് നൽകാതെയും അനുതാപമില്ലാതെയും ജീവിക്കുന്നവർക്കുമുള്ള ഒരു താക്കീതുമായാണ് സ്നാപയോഹന്നാൻ കടന്നു വരുന്നത്. കഠിനമായ ഭാഷയിൽ വിമർശിച്ചിട്ടും ജനങ്ങളിൽ പലരും സ്നാപയോഹന്റെ സമീപത്തേക്ക് വന്നുകൊണ്ടിരുന്നു. കാരണം ദിവ്യരക്ഷകനിലേക്കുള്ള ഏകവാതിൽ ഹൃദയ പരിവർത്തനമാണെന്ന് അവർ മനസ്സിലാക്കി. യോഹന്നാന്റെ അധരങ്ങളിലൂടെ മാറ്റലുകൊണ്ട വചനങ്ങൾ ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങി അവരുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. സൂര്യതാപമേറ്റ് പിടഞ്ഞ മനസ്സുകൾ ജോർദാൻ നദിയുടെ കുളിർമയിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ചോദിക്കുന്നു: ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മൂർച്ചയേറിയ ഭാഷാ പ്രയോഗത്തിലും പ്രത്യാശയുടെ ആകൃഷ്ടരായ 3 തരം ജീവിതങ്ങളിൽ ഞാനും നിങ്ങളും ഏത് ഗണത്തിലാണെന്ന് ആത്മപരിശോധന ചെയ്യാം. ഒന്നാമതായി കടന്നു വരുന്നത് ജനക്കൂട്ടം. തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ജനങ്ങളുടെ ചോദ്യത്തിനുള്ള ഗുരുമൊഴി: 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. അത് വാങ്ങുന്നവരാകാതെ കൊടുക്കുന്നവരാകാം, ധനം വാരിക്കൂട്ടുന്നവരാകാതെ ദാനശീലരാകുക. ഉള്ളിൽ ഉള്ളത് പലതും പങ്കുവയ്ക്കുവാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം എൻ്റെതെന്ന ചട്ടക്കൂടിൽ നിന്നും നമ്മൾ നമ്മുടേതാണെന്ന ലോകത്തിലേക്ക് ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. അനുതാപത്തിൻ്റെ മാർഗരേഖയായി ഇന്നിൻ്റെ സുവിശേഷമായി സ്നാപയോഹന്നാൻ പറയുന്നത്: നാം ഉടൽ മറച്ചും ഉദരം നിറച്ചും ജീവിക്കുമ്പോൾ അവൻ്റെ മെലിഞ്ഞ ശരീരവും ഒട്ടിയ വയറും കാണാതെ പോകരുതെന്നതാണ്. തിന്മകളൊന്നും ഞാൻ ചെയ്യുകയില്ലെന്നും അഹങ്കരിക്കുന്നവരും തിരിച്ചറിയുക. പകുത്തു നൽകാതെ സ്വയം വാരിക്കൂട്ടിയതും സ്നേഹിക്കാതെയും ക്ഷമിക്കാതെയും ഒളിപ്പിച്ചു വച്ച നന്മകളും വലിയ തിന്മയാണെന്ന്. രണ്ടാമത് ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നവരും. ഇവരോടുമുള്ള ഗുരുമൊഴി: നിങ്ങളോട് ആജ്ഞാപിച്ചുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. എന്തിനുമേതിനും ലാഭവും പ്രതിഫലവും ആഗ്രഹിക്കുന്ന ലോകത്തോടാണ് സ്നാപകന്റെ ഈ വാക്കുകൾ. പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുന്നതും അവസാനിപ്പിക്കുക. അതിൽ അവരൻ്റെ വേദനയും കണ്ണുനീരുമുണ്ടെന്ന സത്യം നാം മറക്കരുത്. അർഹതപ്പെട്ടത് ആർക്കും നിഷേധിക്കാതെയും ആരെയും ചൂഷണം ചെയ്യാതെയും ജീവിക്കാൻ പരിശ്രമിക്കാം. മൂന്നാമത് പടയാളികൾ. പടയാളികളും അവനോട് ചോദിച്ചു: ഞങ്ങൾ എന്ത് ചെയ്യണം? അതിനുള്ള ഗുരുമൊഴി 3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണം അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ജ്ഞാനസ്ഥാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ പടയാളികളായി രൂപം പ്രാപിച്ച നാം ഓരോരുത്തരും ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളിലും ചുമതലകളിലും കടമകളിലും തീഷ്ണയുള്ളവരാകണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നോട്ടങ്ങളിലും ചിന്തകളിലും ഭീഷണിയുടെ സ്വരം ഉയരാതിരിക്കട്ടെ. അർഹതപ്പെട്ട വേതനം നന്ദിപൂർവ്വം സ്വീകരിച്ച് തൃപ്തിയോടെ ജീവിക്കാം. അതുവഴി സ്നാപകന്റെ അനുതാപത്തിന്റെ മാർഗരേഖ ആഗമനകാലത്തിന്റെ നേരേഖയാക്കി മാറ്റാം. സ്നാപകൻ അനുതാപത്തിന്റെ മാർഗരേഖ വരയ്ക്കുന്നത് ഓരോ വ്യക്തിയെയും അവരുടെ ജീവിതാന്തസ്സിനെയും ജീവിതശൈലിയെയും തിരിച്ചറിഞ്ഞ് മാനസാന്തര അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. ഈ ആഗമനകാലത്തിൽ നമുക്കും സ്വയം ചോദിക്കാം: ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരുമൊഴി എന്നോടും നിന്നോടും ആവർത്തിക്കുന്നു: ദാനമായി ലഭിച്ചത് അപരനുമായി പങ്കുവയ്ക്കുക, അപരൻ്റെ കണ്ണ് നനയാതെ നോക്കുക. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും കടമകളും പൂർണ്ണമായി വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് ഈ ആഗമനകാലം അനുഗ്രഹപൂർണ്ണമാക്കാം.